നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കത്ത് നിന്ന് ദളിത് ചിന്തകനായ സണ്ണി കപ്പിക്കാട് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നാണ് ദളിത് ചിന്തകൻ സണ്ണി എം കപ്പിക്കാട് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് UDF നേതൃത്വം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് സീറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. താൻ മത്സരിച്ചാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയെന്നും സണ്ണി എം കപ്പിക്കാട് പറഞ്ഞു. കേൾക്കാം. കോൺഗ്രസ് നേതൃത്വം എൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് എനിക്കറിയാവുന്ന ഒരു വസ്തുത. അത് വൈക്കം സീറ്റാണ് എന്നൊന്നും എന്നോട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടില്ല. സീറ്റ് ഏതാണെന്നോ ഉറപ്പ് പറയുകയൊന്നും ചെയ്തിട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നുള്ളത് ഒരു തീരുമാനമാണ്. ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല, അതൊരു തീരുമാനമാണ്. വൈക്കത്തിന് എന്തെങ്കിലും അസാമാന്യമായൊരു പ്രത്യേകതയുണ്ട് എന്ന നിലക്കൊന്നുള്ള യാതൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. പിന്നെ വരട്ടെ, വൈക്കമാണ് പ്രപ്പോസ് ചെയ്യപ്പെടുന്നതെങ്കിലും സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. അഖിലുണ്ട്. അഖിൽ ദളിത് ചിന്തകനാണ്, നമ്മുടെയൊക്കെ സുഹൃത്താണ് സണ്ണി കപ്പിക്കാട്. അപ്പോൾ സണ്ണി കപ്പിക്കാടിനെ വൈക്കത്തേക്കാണോ UDF പരിഗണിക്കാൻ സാധ്യതയുള്ളത്? അങ്ങനെ സൂചനകൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? സണ്ണിക്ക് താല്പര്യം ചോദിച്ചു എന്ന് കേട്ടു അല്ലേ? ഡോക്ടർ അൻകുമാർ, തീർച്ചയായും സണ്ണി എം കപ്പിക്കാടിനോട് താല്പര്യം ചോദിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, അത് VD സതീശനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിലപ്പുറത്തേക്ക്, അതായത് ഏതെങ്കിലും സീറ്റുകൾ നൽകാമെന്നോ അല്ലെങ്കിൽ ഇന്ന സീറ്റ് തന്നെ നൽകാമെന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതായത് മത്സരിക്കാൻ താല്പര്യമുണ്ടോന്ന് ചോദ്യത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ അതുണ്ട്, വൈക്കത്തിനപ്പുറത്തേക്ക് വൈക്കത്തിനേക്കാൾ മറ്റേതെങ്കിലും സീറ്റുകളായിരിക്കാം, അതായത് വൈക്കത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അത്തരമൊരു കാര്യമുള്ളതായി ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറയുന്നതിലും വൈക്കത്തിനപ്പുറത്തെ ഒറ്റയിൽ സീറ്റുകൾ ലഭിച്ചാൽ മത്സരിക്കുമെന്ന്. എന്തായാലും മത്സരിക്കുകയാണെങ്കിൽ ചിഹ്നങ്ങളിലൊന്നും തന്നെ മത്സരിക്കില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ്. പ്രാഥമികമായും കോൺഗ്രസിനെ സംബന്ധിച്ചോളം വൈക്കം എന്ന് പറയുന്ന സീറ്റിൽ കാര്യമായി ആരെയും മത്സരിപ്പിക്കാൻ കഴിയുന്നില്ല. 91 ശേഷം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സംവരണ മണ്ഡലം കൂടിയാകുമ്പോൾ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി, അതായത് വൈക്കത്തും സ്ഥാനാർത്ഥിയെ തേടി നടക്കുകയാണ് UDF. സ്വാഭാവികമായും വൈക്കത്തേക്കൊരു കപ്പിക്കാടിനെ പോലുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ നല്ലൊരു മത്സരം നടത്തി അവിടെയുള്ള സംവരണ വോട്ടുകളിലൊക്കെ ഒരു കോടീകരണം ഉണ്ടാക്കി വിജയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ UDF നേതൃത്വം ഉണ്ടാവും. പക്ഷേ അത്തരം ചർച്ചകളിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കപ്പിക്കാടിനോട് താല്പര്യം ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നോ ഒക്കെ ചേരുന്ന യോഗങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ എന്തായാലും ചർച്ചയാവും. എവിടെയാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇന്നോ നാളെയൊക്കെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. സണ്ണി എം കപ്പിക്കാട് വൈക്കത്ത് നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയേറുന്നു. സ്ഥലം പറഞ്ഞിട്ടില്ലെങ്കിലും താല്പര്യം ചോദിച്ചുവെന്ന് സണ്ണി കപ്പിക്കാട് ഇപ്പോൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു.